ഹായ് ഫ്രണ്ട്സ്, OET എക്സാമിലെ ആദ്യ ടെസ്റ്റായ ലിസണിംഗ് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. OET ലിസണിംഗ് ടെസ്റ്റ് പ്രധാനമായും 3 പാർട്ടുകളിലായിട്ടാണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എയിൽ 24 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ 12 ക്വസ്റ്റ്യൻസുമാണ് സാധാരണയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ്. ടെസ്റ്റ് ഡേയിൽ ഈ ബുക്ക്ലെറ്റിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസിനോട് അനുബന്ധമായുള്ള ഓഡിയോ കൂടി കേൾക്കാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ഓഡിയോ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസണിംഗ് ടെസ്റ്റിൽ കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഓഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ അടയാളപ്പെടുത്തുകയും വേണം. ലിസണിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന 2 മിനിറ്റ് ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് പാർട്ട് എ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന് നോക്കാം. പാർട്ട് എയിൽ നിങ്ങൾക്ക് 2 ഡിഫറെൻറ്റ് എക്സ്ട്രാക്റ്റ് ആയിരിക്കും ലഭിക്കുക. അവ രണ്ടും ഹെൽത്ത് പ്രൊഫഷണലും പേഷ്യൻറ്റും തമ്മിലുള്ള സംഭാഷണം ആയിരിക്കും. ഓരോ എക്സ്ട്രാക്റ്റിലും 12 വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അവ നിങ്ങൾ കേൾക്കുന്ന സംഭാഷണ ശകലങ്ങൾക്കനുസരിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഓരോ ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുൻപായി ലഭിക്കുന്ന 30 സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ലിസണിംഗ് ടെസ്റ്റ് ആൻസർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ് നോക്കിയാലോ. ടിപ്പ് നമ്പർ 1, ഒഴിവു സമയങ്ങളിൽ ഇംഗ്ലീഷ് ഫിലിംസ് കാണുക, അല്ലെങ്കിൽ മെഡിക്കൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഇവയെല്ലാം നിങ്ങളുടെ ലിസണിംഗ് സ്കിൽ ഇംപ്രൂവ് ആകാൻ ഹെൽപ്ഫുൾ ആകുന്നു. ടിപ്പ് നമ്പർ 2, 2 സൈഡും ഷാർപ്പൻ ചെയ്ത 2B പെൻസിൽ ഉപയോഗിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ എക്സാമിന് ഇടയിൽ പെൻസിൽ മൂലം ഉണ്ടായേക്കാവുന്ന പ്രതിബന്ധങ്ങളെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 3, എക്സാമിന് മുന്നേ തന്നെ കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഉണർവോടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ടിപ്പ് നമ്പർ 4, എക്സാമിന് പോകുന്ന അന്ന് രാവിലെ പാർട്ട് എ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു എക്സ്ട്രാക്റ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ആൻസർ ചെക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇടയാകും. ടിപ്പ് നമ്പർ 5, ആൻസൈറ്റി ഒഴിവാക്കുക. എക്സാമിന് തൊട്ടു മുൻപായി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സോങ് കേൾക്കുക, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. എക്സാം ഫെയിലായാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന ഭീമമായ എക്സാം ഫീസിനെക്കുറിച്ച് ചിന്തിക്കാതെ വളരെ പോസിറ്റീവായി എക്സാമിന് പാസ്സായാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ല ഭാവിയെപ്പറ്റി ചിന്തിക്കുക. ടിപ്പ് നമ്പർ 6, ദിവസേനയുള്ള പ്രാക്ടീസ്. ഇതിനായി നിങ്ങൾക്ക് അവൈലബിളായ എല്ലാ മെറ്റീരിയൽസും ഉപയോഗിക്കാം. ഇത് നിങ്ങളെ ടെസ്റ്റ് ഡേയിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുവാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 7, ഓരോ എക്സ്ട്രാക്റ്റിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്ന 30 സെക്കൻഡ്സ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ കിട്ടുന്ന ടൈം കൊണ്ട് അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻസ് വായിച്ചിരിക്കണം. ടിപ്പ് നമ്പർ 8, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിനോടൊപ്പം തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്താൽ ഓഡിയോ പ്ലേ ചെയ്യുന്ന ടൈമിൽ ആൻസറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ടിപ്പ് നമ്പർ 9, ആൻസർ ചെയ്യുന്ന സമയം ഏതെങ്കിലും ആൻസർ കിട്ടാതെ വരികയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടെസ്റ്റിൽ ആകെയുള്ള 42 ക്വസ്റ്റ്യൻസിൽ 30 ക്വസ്റ്റ്യനെങ്കിലും കറക്റ്റായി ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് B ഗ്രേഡ് ലഭിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 10, നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത വാക്കുകളുടെ സ്പെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് നിൽക്കാതെ ആൻസർ ചെയ്യുക. കാരണം അത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സ് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. ടിപ്പ് നമ്പർ 11, ലിസണിംഗ് ടെസ്റ്റിന് അവസാനം ലഭിക്കുന്ന 2 മിനിറ്റ്സ് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത ആൻസേഴ്സ് ഗസ് ചെയ്യാനും ഗ്രാമർ മിസ്റ്റേക്സ് നോക്കാനും ഈ ടൈം ഉപകാരപ്രദമായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻസ് പോലും ഒഴിവാക്കാതെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ടിപ്സ് യൂസ് ചെയ്ത്
പാർട്ട് എയിലെ ഒരു എക്സ്ട്രാക്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ? Part A. In this part of the test, you'll hear 2 different extracts. In each extract, a health professional is talking to a patient. For questions 1 to 24, complete the notes with information you hear. Now look at the notes for extract 1. Extract 1, questions 1 to 12. You hear a physiotherapist talking to a new patient called Ray Sands. For questions 1 to 12, complete the notes with a word or short phrase. You now have 30 seconds to look at the notes. ഈ കിട്ടിയ 30 സെക്കൻഡ്സ് ടൈമിൽ 2 തവണ ക്വസ്റ്റ്യൻസ് വായിച്ചു, അതോടൊപ്പം തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്തു. ഇനി ഓഡിയോ കേൾക്കുന്നതിനോടൊപ്പം ആൻസർ ചെയ്തു നോക്കാം. Come in. It's Mr. Sands, isn't it? That's right, Ray Sands. Now, I think you've been referred to me because you're suffering from sciatica. That's right. Not for the first time, actually. Okay, well, I've got some notes here, but perhaps you can tell me in your own words about any previous bouts of sciatica you've had, what treatment you had, what worked for you, anything else you can remember. Righto. Well, it's all started when I hurt my back, about 18 months ago now. Okay. I was giving somebody a hand with a heavy suitcase, and I felt it go, just like that. Anyway, I slowly got over that, despite occasional flare-ups, and then, out the blue, about a year ago, sciatica developed. And it was 6 months till that finally cleared up altogether. Now it's come back in the last month or so, I'd say. I see. And your GP said it was sciatica? Yeah, I had this pain all the way down my right leg, and she said the real problem was in my back, because the sciatic nerve was getting trapped. Right. I mean, I'm telling you, this was no ordinary pain. It was really intense. I mean, to the extent that I couldn't stand for very long, couldn't walk hardly any distance, I couldn't sleep. Oh. I mean, the most frustrating bit for me was that I couldn't even turn over in bed. It just hurt so much. I just couldn't get comfortable. Do you know what I mean? Sometimes I'd have, sort of tingling feeling in my calves as well. Right. But then at other times, my whole leg just felt a bit numb, really. It was weird. And of course, I couldn't go to work. I'm an events organiser, so I travel about a lot. I'm setting things up for conferences, lugging stuff around, And so there was no way I could manage any of that, the state I was in. Okay, so how was this treated? Well, in the first instance, I was given painkillers, obviously. Ibuprofen, as far as I can remember. Right. And I was told to put compression packs on the affected area. I mean, that did ease the pain a little, but I was still housebound, practically speaking. Okay. Then the GP sent me to see an osteopath, and I got some treatment there, but it didn't seem to make much difference. Right. So I was referred to a sports injury specialist, of all things. And he did a number of things that did seem to ease things a little, like working on my spine and lower legs. Oh, and he gave me a set of exercises to do at home. I see. Any other treatment? I almost forgot. There was this course of injections, and I went for various other therapies, like ultrasound, and another one where they use like electrical impulses. I can't remember exactly what it's called. Okay. At one point, I even considered acupuncture, but by then, the other things were beginning to take effect, and the symptoms were subsiding, so I gave it a miss. So, which of these various treatments do you feel was most effective?
What made the difference? Well, I couldn't say for certain because it all went on for 4 months without much improvement, really. Then it wasn't until suddenly in the 5th month things changed quite dramatically. So to be honest with you, I think it was the combination of treatments gradually taking effect and coming together rather than one single thing making the difference. Okay. And did anyone ever talk to you about what might be causing the problem? Well, I think everyone assumed that a slipped disc was behind it all, but Right. was never actually confirmed as that. I mean, I know there is this other condition where you get a lot of pain in the buttocks, but that wasn't my experience. Okay. And did anyone talk to you about aspects of your lifestyle that might be contributing to the problem? Well, I remember actually there was one of the ഇത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പാർട്ട് എയിൽ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ആൻസർ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ടെൻഷൻ ഫ്രീ ആയി ഓഡിയോയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഉയർന്ന സ്കോർ നേടാൻ നിങ്ങളെ സഹായിക്കും. OET പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാർട്ട് B ആൻഡ് C എങ്ങനെ ആൻസർ ചെയ്യാം എന്നും കൂടി നോക്കാം. താങ്ക് യു.